രാജാക്കന്മാർ 2-ാം പുസ്തകം അധ്യായം 23. അനന്തരം രാജാവ് ആളയച്ചു. അവർ യഹൂദയിലും യെരൂശലേമിലുമുള്ള എല്ലാ മൂപ്പന്മാരെയും അവൻ്റെ അടുക്കൽ വരുത്തി. രാജാവും സകല യഹൂദാ പുരുഷന്മാരും യെരൂശലേമിലെ സകല നിവാസികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും ആബാലവൃദ്ധം ജനമെല്ലാം ദൈവാലയത്തിലേക്ക് ചെന്നു. ദൈവാലയത്തിൽ വെച്ച് കണ്ടുകിട്ടിയ നിയമപുസ്തകത്തിലെ വാക്യങ്ങളെ എല്ലാം അവർ കേൾക്കെ അവൻ വായിച്ചു. രാജാവ് തൂണിനരികെ നിന്നുകൊണ്ട് താൻ കർത്താവിനെ അനുസരിച്ച് നടക്കുകയും അവൻ്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി പ്രമാണിക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിൻ്റെ വാക്യങ്ങൾ നിവർത്തിക്കുകയും ചെയ്യുമെന്ന് ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടി ചെയ്തു. ജനമെല്ലാം ഈ ഉടമ്പടിയിൽ ചേർന്നു. കർത്താവ് മഹാപുരോഹിതനായ ഹിൽക്കിയായോടും 2-ാം തരത്തിലുള്ള പുരോഹിതന്മാരോടും വാതിൽ കാക്കുന്നവരോടും ബാലിനും അശേരയ്ക്കും ആകാശത്തിലെ സർവ്വസൈന്യത്തിനും വേണ്ടി ഉണ്ടാക്കിയ ഉപകരണങ്ങളെല്ലാം കർത്തൃമന്ദിരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. യെരൂശലേമിന് പുറത്ത് കിദ്രോൻ പ്രദേശത്ത് വച്ചവയെ ചുട്ടു ചാരം ബേതേലിലേക്ക് കൊണ്ടുപോയി. യഹൂദ പട്ടണങ്ങളിലും യെരൂശലേമിൻ്റെ ചുറ്റുമുള്ള പൂജാഗിരികളിൽ ധൂപം അർപ്പിക്കുവാൻ യഹൂദ രാജാക്കന്മാർ നിയമിച്ചിരുന്ന പൂജാഗിരികളെയും ബാലിനും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങൾക്കും ആകാശത്തിലെ സർവ്വസൈന്യത്തിനും ധൂപം അർപ്പിച്ചവരെയും അവൻ നീക്കിക്കളഞ്ഞു. അശേരാ പ്രതിഷ്ഠയെയും അവൻ ദൈവാലയത്തിൽ നിന്ന് യെരൂശലേമിന് പുറത്ത് കിദ്രോൻ തോട്ടിങ്കിലേക്ക് കൊണ്ടുചെന്ന് കിദ്രോൻ താഴ്വരയിൽ വച്ച് ചുട്ട് പൊടിയാക്കി. പൊടി സാമാന്യ ജനത്തിൻ്റെ ശവക്കുഴികളിൽ ഇട്ട് കളഞ്ഞു. അശേരയ്ക്കു കൂടാര ശിലകൾ നെയ്ത സ്ത്രീകളുടെയും ദൈവാലയത്തിങ്കലുള്ള വ്യഭിചാരികളുടെയും വീടുകളെയും അവൻ ഇടിച്ചു കളഞ്ഞു. അവൻ യഹൂദ പട്ടണങ്ങളിൽ നിന്ന് സകല പുരോഹിതന്മാരെയും വരുത്തി. ഗേബ മുതൽ ബർശേബ വരെ പൂജാരികൾ ധൂപം അർപ്പിച്ചിരുന്ന പൂജാഗിരികളെ അശുദ്ധമാക്കി. പട്ടണവാതിൽ പ്രവേശനത്തിങ്കൽ ഇടത്ത് ഭാഗത്ത് നഗരാധിപതിയായ യോശുവയുടെ വാതിൽക്കലുള്ള പടിവാതിലുകളുടെ പൂജാഗിരികളെയും അവൻ ഇടിച്ചു കളഞ്ഞു. എന്നാൽ പൂജാരികൾ യെരൂശലേമിലുള്ള ദൈവത്തിൻ്റെ യാഗപീഠത്തിങ്കൽ വന്നില്ല. അവർ തങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ പുളിപ്പില്ലാത്ത അപ്പം തിന്നതേയുള്ളൂ. ആരും തൻ്റെ മകനെയോ മകളെയോ മോലേക്കിന് അഗ്നിപ്രവേശനം ചെയ്യിക്കാതിരിക്കേണ്ടതിന് ബെൻഹിന്നോം താഴ്വരയിലെ ദഹനസ്ഥലവും നശിപ്പിച്ചു. ദേവാലയത്തിലേക്കുള്ള പ്രവേശനത്തിൽ വളപ്പിനകത്തുള്ള നാഥാൻ എന്ന ഷണ്ടൻ്റെ അറയ്ക്കരികെ യഹൂദ രാജാക്കന്മാർ സൂര്യന് പ്രതിഷ്ഠിച്ചിരുന്ന അശ്വരൂഢരെ അവൻ കൊന്ന് സൂര്യരഥങ്ങളെ അതിനെ തീയിലിട്ട് ചുട്ടുകളഞ്ഞു. യഹൂദ രാജാക്കന്മാർ ആഹാസിൻ്റെ മാളികയുടെ മേൽപ്പുരയിൽ ഉണ്ടാക്കിയിരുന്ന ബലിപീഠങ്ങളെയും മനശ ദൈവാലയത്തിൻ്റെ 2 പ്രാകാരങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന ബലിപീഠങ്ങളെയും രാജാവ് തകർത്ത് അവിടെ നിന്ന് നീക്കി.
അവയുടെ പൊടി കിദ്രോൻ തോട്ടിൽ ഇട്ടുകളഞ്ഞു. യെരൂശലേമിനെതിരെ നാശപർവ്വതത്തിന്റെ വലത്ത് ഭാഗത്ത് ഇസ്രായേൽ രാജാവായ ശലോമോൻ സീദോന്യരുടെ അശുദ്ധ ബിംബമായ അസ്തോരേത്തിനും മോവാബ്യരുടെ അശുദ്ധ ബിംബമായ കെമോഷിനും അമ്മോന്യരുടെ മ്ലേച്ഛബിംബമായ മിൽക്കോമിനും വഴിതിരുന്ന പൂജാഗിരികളെ രാജാവ് നശിപ്പിച്ചു. അവൻ വിഗ്രഹസ്തംഭങ്ങളെ തകർത്തു, അശേരാ പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു. അവ നിന്നിരുന്ന സ്ഥലങ്ങളെ മനുഷ്യാസ്ഥികൾ കൊണ്ട് നിറച്ചു. അത്രയുമല്ല, ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യെരോബെയാം ബേഥേലിൽ ഉണ്ടാക്കിയിരുന്ന യാഗപീഠവും പൂജാഗിരിയും അവൻ ഇടിച്ചു കളഞ്ഞു. പൂജാഗിരി അവൻ ചുട്ടുപൊടിയാക്കി, അശേരാ പ്രതിഷ്ഠയും ചുട്ടുകളഞ്ഞു. എന്നാൽ യോശീയ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ മലയിൽ ഉണ്ടായിരുന്ന കല്ലറകൾ കണ്ടിട്ട് ആളയച്ച് കല്ലറകളിൽ നിന്ന് അസ്ഥികൾ ഇടിപ്പിച്ചു. ഈ കാര്യം മുന്നറിയിച്ചിരുന്ന ദൈവപുരുഷൻ പ്രസ്താവിച്ച ദൈവവചനപ്രകാരം ആ യാഗപീഠത്തിന്മേലിട്ടു ചുട്ടു, അത് അശുദ്ധമാക്കി കളഞ്ഞു. ഞാൻ കാണുന്ന ആ സ്മാരക സ്തംഭം എന്ത് എന്ന് അവൻ ചോദിച്ചു. അതിന് ആ പട്ടണക്കാർ അവനോട്, അത് യഹൂദായിൽ നിന്ന് വരികയും ബേഥേലിലെ യാഗപീഠത്തെക്കുറിച്ച് അറിയിക്കുകയും ചെയ്ത ദൈവപുരുഷന്റെ കല്ലറയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, അത് ഇരിക്കട്ടെ, അവൻ്റെ അസ്ഥികളെ ആരും അനക്കരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ അവൻ്റെ അസ്ഥികളെയും ശമരിയിൽ നിന്ന് വന്ന പ്രവാചകന്റെ അസ്ഥികളെയും വിട്ടിട്ട് പോയി. ദൈവത്തിന് കോപഹേതുകമായി ഇസ്രായേൽ രാജാക്കന്മാർ ശമര്യ പട്ടണങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന സകല പൂജാഗിരി ക്ഷേത്രങ്ങളെയും യോശീയ നീക്കിക്കളഞ്ഞു. ബേഥേലിൽ അവൻ ചെയ്തതുപോലെ എല്ലാം അവയോടും ചെയ്തു. അവൻ അവിടെയുള്ള പൂജാഗിരി പുരോഹിതന്മാരെ എല്ലാം ബലിപീഠത്തിന്മേൽ വെട്ടിക്കൊല്ലിക്കുകയും അവയുടെ മേൽ മനുഷ്യാസ്ഥികൾ ചുടുകയും ചെയ്തിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. രാജാവ് സർവജനത്തോടും, ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിന് പെസഹ ആചരിക്കണം എന്ന് കൽപ്പിച്ചു. ഇസ്രായേലിനെ ഭരിച്ചിരുന്ന ന്യായാധിപന്മാരുടെ കാലം മുതൽ ഇസ്രായേൽ രാജാക്കന്മാരുടെയും യഹൂദ രാജാക്കന്മാരുടെയും കാലത്തും ഇതുപോലെ ഒരു പെസഹ ആചരിച്ചിട്ടില്ല. യോശീയ രാജാവിൻ്റെ 18-ാം ആണ്ടിൽ യെരൂശലേമിൽ കർത്താവിന് ഈ പെസഹ ആചരിച്ചു. ഹിൽക്കിയ പുരോഹിതൻ ദൈവാലയത്തിൽ കണ്ടെത്തിയ ഗ്രന്ഥത്തിൽ എഴുതിയിരുന്ന ന്യായപ്രമാണത്തിന്റെ വാക്യങ്ങളെ നിവർത്തിപ്പാൻ തക്കവണ്ണം യോശീയ വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും ഗ്രഹബിംബങ്ങളെയും മറ്റു വിഗ്രഹങ്ങളെയും യഹൂദാദേശത്തും യെരൂശലേമിലേക്കും കണ്ട സകല അശുദ്ധിയായതും മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. അവനെ പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും മോശയുടെ ന്യായപ്രമാണപ്രകാരം കർത്താവിങ്കലേക്ക് തിരിഞ്ഞ ഒരു രാജാവും ഉണ്ടായിട്ടില്ല. പിമ്പ് ഒരുത്തൻ എഴുന്നേറ്റിട്ടുമില്ല. എങ്കിലും മനുഷ്യ കർത്താവിനെ കോപിപ്പിച്ച സകല കോപഹേതുക്കളും നിമിത്തം യഹൂദയുടെ നേരെ ജ്വലിച്ച തൻ്റെ
മഹാകോപത്തിൻ്റെ കാഠിന്യം കർത്താവ് വിട്ടുമാറാതെ ഞാൻ ഇസ്രായേലിനെ നീക്കിക്കളഞ്ഞതുപോലെ യഹൂദയെയും എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കുകയും ഞാൻ തിരഞ്ഞെടുത്ത യെരൂശലേം നഗരത്തെയും എൻ്റെ നാമം അവിടെ സ്ഥിതി ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞ ആലയത്തെയും ത്യജിച്ചു കളയുകയും ചെയ്യും എന്ന് കർത്താവ് കൽപ്പിച്ചു. യോശിയായുടെ മറ്റുള്ള കാര്യങ്ങളും അവൻ ചെയ്തതെല്ലാം യഹൂദ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അവൻ്റെ കാലത്ത് മെസ്രേൻ രാജാവായ ഫറവോൻ നെഗോ ആസുർ രാജാവിനെതിരെ ഫ്രാത്ത് നദി വരെ പുറപ്പെട്ടു. യോശിയ രാജാവ് അവൻ്റെ നേരെ ചെന്നു. അവനെ കണ്ട് മെഗിദ്ദോവിൽ വെച്ച് കൊന്നുകളഞ്ഞു. അവൻ്റെ ഭൃത്യന്മാർ മൃതനെ രഥത്തിൽ കയറ്റി മെഗിദ്ദോവിൽ നിന്ന് യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു അവൻ്റെ സ്വന്തം കല്ലറയിൽ സംസ്കരിച്ചു. പിന്നെ ദേശത്തെ ജനം യോശിയായുടെ മകൻ യെഹോവാഹാസിനെ കൊണ്ടുവന്ന് അഭിഷേകം കഴിച്ചു. അവൻ്റെ പിതാവിന് പകരം രാജാവാക്കി. യെഹോവാഹാസ് ഭരണമേറ്റപ്പോൾ അവന് 23 വയസ്സായിരുന്നു. അവൻ 3 മാസം യെരൂശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് ഹമൂദൻ എന്ന പേർ. അവൾ ലിബ്നക്കാരനായ യെരമിയായുടെ മകൾ ആയിരുന്നു. അവൻ തൻ്റെ പിതാക്കന്മാർ ചെയ്തതുപോലെ എല്ലാം കർത്താവിന് അനിഷ്ടമായത് ചെയ്തു. അവൻ യെരൂശലേമിൽ വാഴാതിരിക്കേണ്ടതിന് ഫറവോൻ നെക്കോ ഹമാത്ത് ദേശത്തിലെ റിബ്ലയിൽ വെച്ച് അവനെ ബന്ധനസ്ഥനാക്കി. ദേശത്തിന് 100 താലന്ത് വെള്ളിയും 1 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. ഫറവോൻ നെക്കോ യോശിയായുടെ മകൻ എല്യാക്കീമിനെ അവൻ്റെ പിതാവായ യോശിയായ്ക്ക് പകരം രാജാവാക്കി. അവൻ്റെ പേർ യഹോയാക്കീ എന്ന് മാറ്റി. യെഹോവാഹാസിനെ അവൻ കൊണ്ടുപോയി. അവൻ മെസ്രേനിൽ ചെന്നവിടെ വെച്ച് മരിച്ചുപോയി. ആ വെള്ളിയും പൊന്നും യഹോയാക്കീം ഫറവോന് കൊടുത്തു. ഫറവോന്റെ കൽപ്പന പ്രകാരം വെള്ളി കൊടുക്കേണ്ടതിന് അവൻ ദേശത്ത് പിരിവ് നടത്തി. അവൻ ജനത്തിൽ ഓരോരുവൻ്റെയും പേരിൽ നിശ്ചയിച്ചതുപോലെ വെള്ളിയും പൊന്നും അവരവരോട് പിരിച്ചെടുത്തു ഫറവോൻ നെക്കോവിനു കൊടുത്തു. യഹോയാക്കീം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ 11 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് സെബീദ എന്ന പേർ. അവൾ ഒരു മക്കാരനായ പെദായാവിൻ്റെ മകളായിരുന്നു. അവൻ തൻ്റെ പിതാക്കന്മാർ ചെയ്തതുപോലെ കർത്താവിന് അനിഷ്ടമായത് ചെയ്തു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.